ഫോർമാറ്റ്സ് ഓഫ് അസറ്റ്സ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഇൻ്ററിം മെയിൻ്റനൻസ് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോ സീരീസിൻ്റെ അടുത്തൊരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. മൊത്തം 41 പോയിൻറ്റ്സ് ഈ ഒരു ഫോർമാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 42ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ കേസ് ദ ബിസിനസ് പ്രൊഫഷൻ ഈസ് ക്യാരിഡ് ഓൺ ആസ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഓർ കമ്പനി എന്നുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകവുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒന്ന് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, രജിസ്റ്റേർഡ് ഓർ കോർപ്പറേറ്റ് ഓഫീസ് ഓഫ് ദി ഫേം ഓർ കമ്പനി. നിങ്ങൾക്ക് അങ്ങനെ കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫീസ് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമതായിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഇൻഫോർമേഷൻ ആൻഡ് പർട്ടിക്കുലേഴ്സ് വിത്ത് റിഗാർഡ് ടു യുവർ ഷെയർ ഹോൾഡിംഗ്, ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ അഫയേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ ഫേം ഓർ കമ്പനി എന്നുള്ളതാണ് പറയണത്. അതായത് നിങ്ങൾക്ക് ആ കമ്പനിയിൽ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളായി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് തുടങ്ങിയ പോയിന്റുകൾ രേഖപ്പെടുത്തണം. മൂന്നാമതായിട്ട് ഡയറക്ടേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് റിന്യൂമറേഷൻ എന്നുള്ളതാണ്. അത് ആ കമ്പനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ റിന്യൂമറേഷൻ എത്രയാണെന്നാണ് ചോദ്യം. അത് 5 സെറ്റായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അതായത് അവരുടെ സാലറി എത്രയാണെന്നുള്ളത് എഴുതണം, ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് എഴുതണം, റെൻറ്റ് വാടക, അതുപോലെ തന്നെ കമ്മീഷൻ, ഒരു കമ്മീഷൻ ഉണ്ടെങ്കിൽ ആ കമ്മീഷൻ എത്രയാണെന്നുള്ളത് എഴുതണം. പിന്നെ ഓപ്ഷൻ ഇയിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവർക്ക് വല്ല പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതും അതിൽ രേഖപ്പെടുത്തണം. നാലാമതായിട്ട് ലിസ്റ്റ് ഓഫ് ഓൾ ദ ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് ദ ഫേം ഓർ കമ്പനി എന്നാണ് പറയുന്നത്. ആ കമ്പനിയുടെ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും രേഖപ്പെടുത്തണം. അഞ്ചാമതായിട്ട് ലൊക്കേഷൻ ഓഫ് ദ സ്റ്റാച്യുറി റെക്കോർഡ്സ് ആൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദ ഫേം ഓർ കമ്പനി എന്നാണ് പറയുന്നത്. ലൊക്കേഷൻ ഓഫ് ദി സ്റ്റാച്യുട്ടറി റെക്കോർഡ്സ്, അതുപോലെ തന്നെ ബുക്സ് ഓഫ് ദ അക്കൗണ്ട് ഓഫ് ദി ഫേം, ഇതെല്ലാം നമ്മളവിടെ രേഖപ്പെടുത്തണം. പിന്നെ ആറാമതായിട്ട് ലിസ്റ്റ് ഓഫ് ഇമ്മൂവബിൾ അസറ്റ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എക്സെട്ര ഓഫ് ദി ഫേം ഓർ കമ്പനി. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്മൂവബിൾ ആയിട്ടുള്ള അസറ്റുകൾ എന്തൊക്കെയാണ്, ലാൻഡ്, അവർക്ക് ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ, ബിൽഡിങ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം. ഏഴാമതായിട്ട് നമ്പർ ഓഫ് വർക്ക് മെൻ ഓർ എംപ്ലോയീസ്, എത്ര ആൾക്കാർ അവിടെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തണം. ദെൻ എട്ടാമതായിട്ട് കറൻറ്റ് വാല്യൂ ഓഫ് യുവർ ബിസിനസ് ഇൻട്രസ്റ്റ് ഓർ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ആ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ വാല്യൂ നമ്മൾ രേഖപ്പെടുത്തണം. ഒമ്പതാമതായിട്ട് കറൻറ്റ് വാല്യൂ ഓഫ് യുവർ ബിസിനസ് അസറ്റ്സ്, നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ അസറ്റ് വാല്യൂ എത്രയുണ്ട്, മുഖവില ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂ എത്രയുണ്ടെന്നുള്ളത് രേഖപ്പെടുത്തണം. പത്താമതായിട്ട് ലിസ്റ്റ് ഓഫ് ഡയറക്ടർഷിപ്സ് ഹെൽഡ്, സിറ്റിംഗ് ഫീസ്, കമ്മീഷൻ ഓർ എനി അതർ റിന്യൂമറേഷൻ. അതായത് നിങ്ങളുടെ ഡയറക്ടർ ബോർഡിലുള്ള ആൾക്കാർക്ക് എത്ര ആൾക്കാർ ഡയറക്ടർ ബോർഡിലുണ്ട്, എത്രയാണ് ഓരോ സിറ്റിങ്ങിന് മേടിക്കുന്ന ഫീസ്, കമ്മീഷൻ എത്രയാണ്, മറ്റ് റിന്യൂമറേഷൻസ്, മറ്റ് വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ രേഖപ്പെടുത്തണം. 11ാമതായിട്ട് നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി ഇൻ വിച്ച് യു ആർ ഡയറക്ടർ അലോങ് വിത്ത് ദി നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ഇൻ ദ കമ്പനി. നിങ്ങൾ ഷെയർ ഹോൾഡുള്ള അല്ലെങ്കിൽ മെമ്പറായിട്ടുള്ള ആ കമ്പനിയുടെ നെറ്റ് വർത്ത്, മനസ്സിലായില്ലേ, നെറ്റ് വർത്ത് ഓഫ് ദി കമ്പനി എത്രയാണ് എന്നുള്ളത് നമ്മളവിടെ രേഖപ്പെടുത്തണം. പിന്നെ 43ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻകം ഓഫ് അതർ സോഴ്സസ്. അതായത് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതും കുറച്ച് പോയിന്റ്സ് പറയാനുണ്ട്. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.